നമുക്ക് സുക്കിനി എങ്ങനെ കൃഷി ചെയ്യാന്ന് നോക്കിയാലോ. ഇതാണ് സുക്കിനിയുടെ വിത്ത്. ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ അത് പോയി കാണുക. വിത്ത് വെള്ളത്തിൽ കുതിർക്കാതെ നേരിട്ട് തന്നെ പാകിയതാണ്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹൈബ്രിഡ് വിത്തിനെ തിരഞ്ഞെടുക്കുക. ഒരാഴ്ച കൊണ്ട് വിത്തെല്ലാം മുളച്ചു വന്നിട്ടുണ്ട്. ഇത് 10 ദിവസം വളർച്ചയെത്തിയ ചെടിയാണ്. ഇട്ട എല്ലാ വിത്തും മുളച്ചു വന്നിട്ടുണ്ട്. ചെടി ഇത്രത്തോളം വളർന്നാൽ മാറ്റി നടാവുന്നതാണ്. വേര് പൊട്ടാതെ പതുക്കെ പറിച്ചെടുക്കുക. ചെടി നട്ട് 45 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാവുന്നതാണ്. വേഗം വളരുന്ന ഒരു ചെടിയാണിത്. ആദ്യം കരിയില നിറച്ചതിന് ശേഷം കമ്പോസ്റ്റും മണ്ണും ഇടുക. നേരത്തെ കൃഷി ചെയ്ത് വെച്ച പോട്ടിംഗ് മിക്സ് ആണിത്. അതുകൊണ്ട് തന്നെ കരിയില പൊടിഞ്ഞ് നല്ല കറുപ്പ് നിറമായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെടി വളർന്നു വരും. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാറ്റി നട്ട ചെടി ഇത്രത്തോളം വളർന്നിട്ടുണ്ട്. ചെടി നട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നോക്കൂ, ഇതിൽ മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് സ്യൂഡോമോണസ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫിഷമിനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ഇതിന്റെ ഇല മത്തന്റെ ഇല പോലെയാണ്, പക്ഷെ ഇത് മത്തനെ പോലെ വള്ളിയല്ല. ഇതിനു മുമ്പും ഞങ്ങളിത് കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടെറസിൽ കൃഷി ചെയ്യാം. ഇതാണ് ഇതിന്റെ പൂവ്. ഇതിൽ സുക്കിനി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സുക്കിനി ഇത്രത്തോളമായിട്ടുണ്ട്. ഇത് സാധാരണ 1 മീറ്ററോളം നീളമുണ്ടാവും. പോഷകങ്ങളുടെ കലവറയാണ് സുക്കിനി. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് സുലഭമല്ല. വിദേശ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായും ഉണ്ടാവുന്നത്. ഈ പ്രായത്തിൽ ഇത് പെറുക്കുകയാണെങ്കിൽ വെള്ളരിക്ക പോലെ നമുക്ക് സാലഡായിട്ട് ഉപയോഗിക്കാം. ഇത് കറിയിലിടാനും തോരൻ വെക്കാനും നല്ലതാണ്. സാധാരണ കടകളിലൊന്നും ഇത് വാങ്ങാൻ കിട്ടില്ല, കൂടുതലായും മാളുകളിലാണുള്ളത്. സുക്കിനി പാകമായി നിൽക്കുന്നുണ്ട്, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ചിട്ട് കഴിച്ചു നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഉൾവശം. നമുക്ക് കഴിച്ചു നോക്കാം. വെള്ളരിക്ക പോലെയാണിത്. വെള്ളരിക്കനെക്കാട്ടി നല്ല ടേസ്റ്റുമാണ്.